Next problem, prepare fund flow statement from the following information. Additional details ആയിട്ട് 4 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. Depreciation, machinery depreciation 8,000, ലാൻഡിൻ്റെ 8,000 തന്നെ. Then provision for tax 38,000, interim dividend pay 16,000. ഇത് അഡീഷണൽ ഇൻഫർമേഷനാണ്. ഡിപ്രീസിയേഷൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. നമുക്കറിയാം അഡീഷണൽ ഇൻഫർമേഷനായിട്ട് തരുമ്പോൾ 2 സ്ഥലത്താണ് നമ്മൾ കാണിക്കേണ്ടത്. ഡിപ്രീസിയേഷൻ, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ നമ്മുടെ ബാലൻസ് ഷീറ്റിനുള്ളിലാണെങ്കിൽ നമ്മൾ കാണിക്കേണ്ട സ്ഥലം 3ാമത്തെ സ്റ്റെപ്പായിരുന്നു. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിക്കുമ്പോഴായിരുന്നു നമ്മൾ യൂസ് ചെയ്യാറ്. അതുപോലെ തന്നെ ഈ ഡിപ്രീസിയേഷന് കാണിക്കേണ്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് 3ാമത്തെ സ്റ്റെപ്പ് പ്രിപ്പയർ ചെയ്യുമ്പോഴാണ്. ദെൻ വേറൊരു സ്ഥലം എന്ന് പറയുന്നത് കൺസേൺഡ് അസറ്റ് അക്കൗണ്ട്. നമ്മൾ 2ാമത്തെ സ്റ്റെപ്പിൽ നോൺ കറണ്ട് അക്കൗണ്ട്സ് വരയ്ക്കുമ്പോൾ മെഷീനറി അക്കൗണ്ടും വരയ്ക്കും, അതുപോലെ ലാൻഡിൻ്റെ അക്കൗണ്ടും വരയ്ക്കും. കാരണം ബാലൻസ് ഷീറ്റിൽ അതിൻ്റെ ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നോൺ കറണ്ട് അക്കൗണ്ട്സ് വരയ്ക്കുമ്പോൾ അവിടെയും ഇത് ഡിപ്രീസിയേഷൻ കാണിക്കേണ്ടതായിട്ട് വരും. അത് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അടുത്തത് പ്രൊവിഷൻ ഫോർ ടാക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രൊവിഷൻ ഫോർ ടാക്സ് വേണമെങ്കിൽ നമുക്ക് കറണ്ട് ലയബിലിറ്റി ആയിട്ടും എടുക്കാം, നോൺ കറണ്ട് ലയബിലിറ്റി ആയിട്ടും എടുക്കാം. ക്വസ്റ്റ്യനിൽ അഡീഷണൽ ഇൻഫർമേഷൻസ് തന്നിട്ടില്ലെങ്കിൽ നമുക്ക് നോൺ കറണ്ട് ലയബിലിറ്റി ആയിട്ട് എടുക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത പ്രോബ്ലത്തിലൊക്കെ അത് അഡീഷണൽ ഇൻഫർമേഷൻ തരാത്തത് കൊണ്ട് അത് നോൺ കറണ്ട് ലയബിലിറ്റി ആയിട്ട് കറണ്ട് ലയബിലിറ്റി ആയിട്ടാണ് എടുത്തത്. അഡീഷണൽ ഇൻഫർമേഷൻ തന്നിട്ടില്ലെങ്കിൽ അത് കറണ്ട് ലയബിലിറ്റി ആയിട്ട് എടുക്കാം. തന്നാലേ നമ്മളത് എന്തായിട്ട് എടുക്കണം, നോൺ കറണ്ട് ലയബിലിറ്റി ആയിട്ട് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിന് സെപ്പറേറ്റ് അക്കൗണ്ട് വരയ്ക്കണം. അപ്പോൾ ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റിൽ പ്രൊവിഷൻ ഫോർ ടാക്സ് തന്നതുകൊണ്ട് നമ്മൾ എന്തായിട്ട് എടുക്കണം, നോൺ കറണ്ട് ലയബിലിറ്റി ആയിട്ട് എടുത്ത് നമ്മൾ സെപ്പറേറ്റ് 2ാമത്തെ സ്റ്റെപ്പിലാണ് എടുക്കേണ്ടത്. 1ാമത്തെ സ്റ്റെപ്പിൽ അത് എടുക്കേണ്ട ആവശ്യം ഇല്ല. ഞാൻ അടുത്തത് പറയുന്നത് ഇൻറ്ററിം ഡിവിഡൻഡ് പേ. ഇൻറ്ററിം ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, സാധാരണ എല്ലാ ഫേംസും ഒക്കെ വൺസ് ഇൻ ഇയർ ആണ് നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുക. അതേസമയം ഒന്നിലധികം തവണ നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുകയാണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് ഇൻറ്ററിം ഡിവിഡൻഡ്. ഒരു ഒരു 6 മാസം കഴിയുമ്പോൾ ഒരു കുറച്ച് ഡിവിഡൻഡ് കൊടുക്കുക, പിന്നെ അടുത്ത 6 മാസത്തില്ലേ അങ്ങനെ കൊടുക്കുന്ന ഡിവിഡൻഡ് വിളിക്കുന്ന പേരാണ് ഇൻറ്ററിം ഡിവിഡൻഡ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ഡിവിഡൻഡ് പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് ബാലൻസ് ഷീറ്റിനുള്ളിൽ തന്നിട്ടുണ്ടെങ്കിൽ എവിടെ കാണിക്കാറ്, ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ് കണ്ടുപിടിക്കുമ്പോഴാണ് യൂസ് ചെയ്യാറ്. ഇതിവിടെ അഡീഷണൽ ഇൻഫർമേഷൻ തന്നതുകൊണ്ട് നമുക്ക് 2 സ്ഥലത്ത് കാണിക്കണം. ഒരു സ്ഥലം നമ്മൾ സാധാരണ കാണിക്കുന്ന പോലെ തന്നെ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിക്കുമ്പോൾ അവിടെ യൂസ് ചെയ്യുക. 2ാമത്തെ നമ്മൾ പറയുന്നത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇൻറ്ററിം ഡിവിഡൻഡ് പേര് എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോവാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അപ്ലിക്കേഷനും ഫണ്ട് എന്ന് പറഞ്ഞിട്ട് അതിലും കാണിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ അഡീഷണൽ ഇൻഫർമേഷൻ്റെ 2 സ്ഥലങ്ങളും ഏതൊക്കെയാണ് നമ്മൾ നോക്കി. അതിൽ പുതുതായിട്ട് വന്നേക്കുന്ന പ്രൊവിഷൻ ഫോർ ടാക്സും ഇൻറ്ററിം ഡിവിഡൻറ്റുമാണ്. അത് പ്രൊവിഷൻ ഫോർ ടാക്സ് കാണിക്കേണ്ടത് കൺസേൺഡ് അക്കൗണ്ടിലും അതുപോലെ നമ്മൾ സാധാരണ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ കാണിക്കണം. നമ്മൾ സാധാരണ ഇവിടെ പ്രൊവിഷൻ കാണിക്കാറ് നമ്മൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ് കണ്ടുപിടിക്കുമ്പോഴാണ് അവിടെ കാണിക്കണം. ഇൻറ്ററിം ഡിവിഡൻഡ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിക്കണം, അതുപോലെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലെ അപ്ലിക്കേഷനും ഫണ്ടായിട്ട് നമ്മളത് യൂസ് ചെയ്യും വേണം. ഇനി ബാലൻസ് ഷീറ്റ് ഐറ്റംസ് എടുത്ത് ഒരുവിധം എല്ലാ ഐറ്റംസും നമുക്ക് തന്നിട്ടുണ്ട്. അവിടെ ഒരു ഐറ്റം ഉള്ളത് നോക്കുക, ഷെയർ ക്യാപിറ്റൽ, ജനറൽ റിസർവ്, P&L അക്കൗണ്ട്, ബിൽസ് പേയബിൾ, ക്രെഡിറ്റേഴ്സ്, പ്രൊവിഷൻ ഫോർ ടാക്സ്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, അഡ്ജസ്റ്റ്മെൻറ്റ് തന്നതുകൊണ്ട് അത് കറണ്ട് ലയബിലിറ്റി ആയിട്ട് എടുക്കാനായിട്ട് പാടില്ല, നോൺ കറണ്ട് ലയബിലിറ്റി ആയിട്ട് എടുക്കണം. അടുത്ത പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. അതെന്താണ്, കറണ്ട് ലയബിലിറ്റിയാണ്. കാരണം അതിനെക്കുറിച്ച് അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് വേറെ ഒന്നും തന്നിട്ടില്ല, സാധാരണ അങ്ങനെ തരാറില്ല. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് എന്തായിട്ട് എടുക്കുക, കറണ്ട് ലയബിലിറ്റി ആയിട്ട് എടുക്കുക. ദെൻ അസറ്റ് സൈഡിലത്തെ ഗുഡ് വില്ലാണ്. ഗുഡ് വിൽ നമ്മൾ എവിടെ ട്രീറ്റ് ചെയ്യേണ്ടത്, നമ്മൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ് നോക്കുമ്പോൾ റിട്ടേൺ ഓഫ് ഉണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു എൻട്രിയാണ്. പക്ഷെ നോക്കുമ്പോൾ ഗുഡ് വില് 2014 24,000 തന്നെ, 15 24,000 തന്നെ, കൂടിയിട്ടുമില്ല കുറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു സ്ഥലത്തും അതിൻ്റെ ഇഫക്റ്റ് വരുന്നില്ല. കുറഞ്ഞെങ്കിൽ നമ്മൾ എന്ത് ചെയ്തുമായിരുന്നു, ഗുഡ് വിൽ റിട്ടേൺ ഓഫ് എന്ന് പറഞ്ഞിട്ട് എഴുതുമായിരുന്നു. അല്ലെങ്കിൽ കൂടിയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പർച്ചേസ് ഓഫ് ഗുഡ് വിൽ എന്ന് പറഞ്ഞിട്ട് എഴുതാമായിരുന്നു. ഇത് രണ്ടും വന്നിട്ടില്ല, കൂടിയിട്ടുമില്ല കുറഞ്ഞിട്ടുമില്ല. അപ്പോൾ അവിടെ ഒരു സ്ഥലത്തും ആ എൻട്രി വരുന്നില്ല. പിന്നെ ലാൻഡ് വരുന്നുണ്ട്, മെഷീനറി വരുന്നുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. അത് 3ഉം ഫിക്സഡ് അസറ്റുകളാണ്. ആ 3എണ്ണത്തിൻ്റെയും എന്ത് വരയ്ക്കണം, നോൺ കറണ്ട് ലയബിലിറ്റി അക്കൗണ്ടുകൾ വരയ്ക്കണം. അത് വരയ്ക്കുമ്പോൾ ഡിപ്രീസിയേഷൻ കൺസിഡർ ചെയ്യണം. പിന്നെ സ്റ്റോക്ക്, ബിൽസ് റിസീവബിൾ, ഡെപ്റ്റേഴ്സ്, ക്യാഷ് 3ഉം കറണ്ട് അസറ്റ്സ് ആണ് 1ാമത്തെ സ്റ്റെപ്പിൽ യൂസ് ചെയ്യേണ്ട ഐറ്റംസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ക്വസ്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. നമുക്കിനി പ്രോബ്ലം ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പായ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്യാം. 5 കോളംസ് കൊടുക്കുക, പെർട്ടിക്കുലർ. ദെൻ 2014-15 ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ, ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എഴുതുക. ദെൻ നമ്മൾ ആദ്യമേ എന്ന് പറഞ്ഞിട്ട് കറണ്ട് അസറ്റ്സ് എഴുതുക. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 4 കറണ്ട് അസറ്റ്സ് ആണുള്ളത്. ആ 4 കറണ്ട് അസറ്റ്സും എഴുതുക, അതിൻ്റെ എമൗണ്ടുകളും തെറ്റിക്കുക, അത് 2 വർഷത്തെയും എടുത്ത് എഴുതുക. ദെൻ നമ്മൾ എന്ത് കണ്ടുപിടിക്കുക, ടോട്ടൽ കറണ്ട് അസറ്റ്സ് കണ്ടുപിടിക്കുക. ആ 4 കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 2014 1,13,200 കിട്ടും, 15 1,21,600 കിട്ടും.
അതുപോലെ തന്നെ കറണ്ട് ബി എന്ന് പറഞ്ഞിട്ട് കറണ്ട് ലൈബിലിറ്റി എഴുതാം. 3 കറണ്ട് ലൈബിലിറ്റിയാണുള്ളത്. പ്രൊവിഷൻ ഫോർ ടാക്സ് നമ്മളിപ്പോൾ എടുക്കണില്ല, അത് നോൺ കറണ്ട് ലൈബിലിറ്റി ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതിന് സെപ്പറേറ്റ് അക്കൗണ്ട് വരയ്ക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ എടുക്കേണ്ട ആവശ്യമില്ല. ആ 3 ഫിഗേഴ്സ് എഴുതാം, 2 വർഷത്തിലും അത് എഴുതാം. എന്നിട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ കറണ്ട് ലൈബിലിറ്റി ആയിട്ട് 2014 19,200 15 13,600 കിട്ടും. അങ്ങനെ നമുക്ക് ടോട്ടൽ കറണ്ട് അസറ്റും കിട്ടി, ടോട്ടൽ കറണ്ട് ലൈബിലിറ്റിയും കിട്ടി. ഇത് നമ്മൾ എന്ത് ചെയ്യണം? കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലൈബിലിറ്റി ലെസ് ചെയ്യണം. സി എന്ന് പറഞ്ഞിട്ട് വർക്കിംഗ് ക്യാപിറ്റലിന് എഴുതാം എ മൈനസ് ബി. 2014 കറണ്ട് അസറ്റായ 1,13,200 നിന്ന് ആ വർഷത്തെ കറണ്ട് ലൈബിലിറ്റി ആയ 19,200 ലെസ് ചെയ്യാം. അപ്പോൾ നമുക്ക് 94,000 ആണ് വർക്കിംഗ് ക്യാപിറ്റലായിട്ട് കിട്ടുക. അതുപോലെ 2015 1,21,600 നിന്ന് 13,600 ലെസ് ചെയ്താൽ നമുക്ക് 1,08,000 കിട്ടും. ഓക്കെ, അപ്പോൾ 2 വർഷത്തെയും വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടി. ഇനി എന്ത് ചെയ്യാം? ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ നോക്കുക. കമ്പയർ ചെയ്യുമ്പോൾ 2014 94 ഉണ്ടായിരുന്നത് 15 ആയപ്പോൾ 1,08,000 ആയിട്ട് കൂടി. അപ്പോൾ അവിടെ എന്താണ്ടായത്? ഇൻക്രീസ് ആണ് ഉണ്ടായത്. അപ്പോൾ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിന് എഴുതുക. ഇൻ ഡിഫറൻസ് എമൗണ്ട് എത്രയാണ്? 1,08,000 നിന്ന് 94,000 ലെസ് ചെയ്താൽ നമുക്ക് 14,000 കിട്ടും. അതാണ് നമ്മുടെ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലായിട്ട് വരിക. ദാറ്റ്സ് ഇസ് ഈക്വൽ ടു 14,000 ആണ്. ഇവിടെ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിന് എഴുതുകൊണ്ട് ഏത് കോളത്തിൽ എഴുതണം? ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കോളത്തിൽ നിന്ന് എഴുതണം. എത്ര എമൗണ്ട് എഴുതണം? 14,000 എഴുതി. ഓക്കെ, ഇവിടെ ഇൻക്രീസ് ചെയ്തത് കൊണ്ട് നമ്മൾ ഡിക്രീസ് കോളത്തിലെ 14,000 എഴുതി. ഇനി നമുക്ക് അടുത്ത പണി എന്ന് പറയുന്നത് കമ്പാരിസൺ ആണ്. കറണ്ട് അസറ്റ്സും വർക്കിംഗ് ക്യാപിറ്റലും നമ്മൾ കമ്പയർ ചെയ്യാം. ആദ്യത്തെ കറണ്ട് അസറ്റായ സ്റ്റോക്ക് 60,000 നിന്നുള്ളത് 46,800 ആയിട്ട് കുറഞ്ഞു. കറണ്ട് അസറ്റ് ആയതുകൊണ്ട് കുറഞ്ഞാൽ ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കോളത്തിലെ ഡിഫറൻസ് എമൗണ്ട് ആയ 13,200 എഴുതാം. ദെൻ ബിൽസ് റിസീവബിൾ 4,000 എന്നുള്ളത് 6,400 ആയിട്ട് കൂടിയാൽ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കോളത്തിലെ 2,400 ഡിഫറൻസ് എമൗണ്ട് എഴുതി. ഡെപ്റ്റേഴ്സ് 36,000 എന്നുള്ളത് 38,000 ആയിട്ട് കൂടിയാൽ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കോളത്തിലെ ഡിഫറൻസ് എമൗണ്ട് ആയ 2,000 എഴുതി. ദെൻ ക്യാഷ് എന്താണ്ടായ 13,200 എന്നുള്ളത് 30,400 ആയിട്ട് കൂടിയാൽ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കോളത്തിൽ ഡിഫറൻസ് എമൗണ്ട് ആയ 17,200 എഴുതി. ദെൻ കറണ്ട് ലൈബിലിറ്റി കമ്പയർ ചെയ്യുക. കറണ്ട് ലൈബിലിറ്റി ആദ്യത്തെ ഐറ്റായിട്ട് വരുന്നത് ബിൽസ് പേയബിൾ ആണ്. ബിൽസ് പേയബിൾ 2,400 എന്നുള്ളത് 1,600 ആയിട്ട് കുറഞ്ഞു. കറണ്ട് ലൈബിലിറ്റി ആയതുകൊണ്ട് കുറഞ്ഞാൽ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കോളത്തിൽ 800 എഴുതണം. നെക്സ്റ്റ് ഐറ്റം ക്രെഡിറ്റേഴ്സ് ആണ്. ക്രെഡിറ്റേഴ്സ് 16,000 എന്നുള്ളത് 10,800 ആയിട്ട് കുറഞ്ഞു. കറണ്ട് ലൈബിലിറ്റി ആയതുകൊണ്ട് കുറഞ്ഞാൽ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കോളത്തിൽ 5,200 എഴുതണം. നെക്സ്റ്റ് കറണ്ട് ലൈബിലിറ്റി എന്ന് പറയുന്നത് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ആണ്. 800 എന്നുള്ളത് 1,200 ആയിട്ട് കറണ്ട് ലൈബിലിറ്റി ആയതുകൊണ്ട് കൂടിയാൽ ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കോളത്തിലെ ഡിഫറൻസ് എമൗണ്ട് ആയ 400 എഴുതണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ കമ്പാരിസണും കഴിഞ്ഞു. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. ഇതിൻ്റെ റിസൾട്ടായ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ എവിടേക്ക് കൊണ്ടുപോകണം? ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ് കണ്ടുപിടിക്കുമ്പോൾ അപ്ലിക്കേഷൻ സൈഡിൽ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് 14,000 നമ്മൾ എഴുതണം. ഓക്കെ, അടുത്ത നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് നോൺ കറണ്ട് അക്കൗണ്ട്സ് പ്രിപ്പറേഷൻ ആണ്. ബാലൻസ് ഷീറ്റിൽ നോക്കുമ്പോൾ ആദ്യത്തെ ഐറ്റം കിടക്കുന്നത് ഷെയർ ക്യാപിറ്റലാണ്. അതിൻ്റെ അക്കൗണ്ട് വരയ്ക്കാം. ഷെയർ ക്യാപിറ്റൽ ആയതുകൊണ്ട് ലൈബിലിറ്റി ആണ്. എല്ലാ ലൈബിലിറ്റികളെയും ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് ബാലൻസ് ആണ് വരിക. ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഓപ്പണിംഗ് ബാലൻസ് എമൗണ്ട് ആയ 2 lakhs എഴുതി. ക്ലോസിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡിൽ എഴുതുക. ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് 2 lakhs എഴുതി. പിന്നെ അതിനെക്കുറിച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും വന്നിട്ടില്ല. ബാലൻസ് ടോട്ടൽ ചെയ്യുമ്പോൾ 2 സൈഡും 2 lakhs ആണ് വരുന്നത്. അപ്പോൾ ടാലി ആയി. അപ്പോൾ അതിന് ബാലൻസ് ഫിഗർ ഒന്നുമില്ല. അതിൻ്റെ അർത്ഥം ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് ഒരു ഐറ്റം നമുക്ക് പോസ്റ്റ് ചെയ്യാനില്ല. കാരണം ബാലൻസ് ഫിഗർ ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു ഐറ്റം പോസ്റ്റ് ചെയ്യേണ്ട. ഷെയർ ക്യാപിറ്റലിൽ ചേഞ്ച് വരാത്തത് കൊണ്ട് അതിന് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് അതിന് റിഫ്ലക്ഷൻ വരുന്നില്ല. അപ്പോൾ നമ്മൾ ഒന്നാമത്തത് കഴിഞ്ഞു. അടുത്ത് വരയ്ക്കാനുള്ളത് നമുക്ക് ഇനി ലൈബിലിറ്റി സൈഡ് നോക്കുമ്പോൾ ബാക്കിയുള്ള ഐറ്റംസ് നമ്മൾ എടുത്തു കഴിഞ്ഞതാണ്. ദെൻ പ്രൊവിഷൻ ഫോർ ടാക്സ് ആക്ഷൻ അക്കൗണ്ടാണ് നമുക്കിനി അടുത്തത് വരയ്ക്കാനുള്ളത്. ബാക്കിയൊക്കെ നമുക്കിനി ജനറൽ റിസർവ് ആണുള്ളത്. അത് നമുക്ക് എവിടെയാണ് ആവശ്യം? 3rd സ്റ്റെപ്പിലാണ് ആവശ്യം. P&L അക്കൗണ്ടും 3rd സ്റ്റെപ്പിലാണ് ആവശ്യം. ബിൽസ് പേയബിളും ക്രെഡിറ്റേഴ്സും നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. ഇനി അടുത്ത് എടുക്കാനുള്ളത് പ്രൊവിഷൻ ഫോർ ടാക്സ് ആക്ഷൻ ആണ്. അപ്പോൾ അത് എടുക്കുക. പ്രൊവിഷൻ ഫോർ ടാക്സ് ആക്ഷൻ്റെ അക്കൗണ്ട് എഴുതുക. ഓപ്പണിംഗ് ബാലൻസ് ലൈബിലിറ്റി ആയതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിൽ എഴുതാം. ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് 32,000 എന്ന് എഴുതാം. ക്ലോസിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡിൽ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് 36,000 എഴുതാം. ഇനി അഡ്ജസ്റ്റ്മെൻറ്റുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. അവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്. കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രൊവിഷൻ ഫോർ ടാക്സ് ഡ്യൂറിംഗ് ദ ഇയർ വാസ് ₹38,000.
അതായത് ആ വർഷം പുതുതായിട്ട് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തു. പുതുതായിട്ട് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ലൈബിലിറ്റി കൂടുകയാണ് ചെയ്യുക, കുറയാണ് ചെയ്യുക. ഇത്രയും നാളുമുള്ള പ്രൊവിഷനിൽ നിന്നും കുറച്ചും കൂടിയും 38,000 കൂടിയും പുതുതായിട്ട് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്താൽ ആ ലൈബിലിറ്റി കൂടും. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, എല്ലാ ലൈബിലിറ്റികളും കൂടണമെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുക, കുറയ്ക്കണമെങ്കിൽ ഡെബിറ്റ് ചെയ്യുക. അങ്ങനെയല്ല പറഞ്ഞേക്കണം. ഏത് ലൈബിലിറ്റി ആയാലും കൂടണമെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുക. കാരണം ലൈബിലിറ്റികൾക്കെല്ലാം ക്രെഡിറ്റ് ബാലൻസ് ആണുള്ളത്. അപ്പോൾ അത് കൂട്ടണമെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുക, കുറയ്ക്കണമെങ്കിൽ ഡെബിറ്റ് ചെയ്യണം. ഇവിടെ നമ്മൾ വീണ്ടും പുതിയ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ലൈബിലിറ്റി കൂടാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രൊവിഷൻ ഫോർ ടാക്സ് ഏത് സൈഡിലാണ് വരിക? ക്രെഡിറ്റ് സൈഡിലാണ് വരിക. പുതിയ ലൈബിലിറ്റി ക്രിയേറ്റ് ചെയ്തപ്പോൾ ആ ലൈബിലിറ്റി കൂടി. അപ്പോൾ അതിൻ്റെ എൻട്രി വരിക ക്രെഡിറ്റ് സൈഡിലാണ്. പ്രൊവിഷൻ ഫോർ ടാക്സ് എന്ന് പറഞ്ഞിട്ട് എത്ര ക്രിയേറ്റ് ചെയ്തേക്കേണ്ടത്? 38,000 എമൗണ്ട് എഴുതി. ദെൻ വേറെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് ടോട്ടൽ ചെയ്യാം. ബാലൻസിങ് ഫിഗർ വരുന്നത് ഡെബിറ്റ് സൈഡിലാണ്. ഒരു ലൈബിലിറ്റിയുടെ ബാലൻസിങ് ഫിഗർ ഡെബിറ്റ് സൈഡിൽ വന്നാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ ലൈബിലിറ്റി കുറഞ്ഞു. നമ്മൾ നേരത്തെ കൂട്ടാനായിട്ട് എന്താ ചെയ്തത്? ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ ഡെബിറ്റ് ചെയ്യണമെങ്കിൽ ഡെബിറ്റ് ആയാൽ എന്തായും? അത് കുറയണം. പ്രൊവിഷൻ ഫോർ ടാക്സ് എന്ന് പറഞ്ഞ ലൈബിലിറ്റി എങ്ങനെയാണ് കുറയുക? നമ്മൾ ടാക്സ് പേ ചെയ്യുമ്പോൾ, നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് പഠിക്കുമ്പോൾ പഠിച്ചിട്ടുള്ളതാണ്, ഒന്നും കൂടി ഞാൻ പറഞ്ഞു തരാണ്. അതായത് നമുക്ക് ബാലൻസിങ് ഫിഗർ കിട്ടിയിരിക്കുന്നത് പ്രൊവിഷൻ ഫോർ ടാക്സ് അക്കൗണ്ടിലെ ഡെബിറ്റ് സൈഡിലാണ്. ഒരു ലൈബിലിറ്റിയുടെ ഡെബിറ്റ് സൈഡിൽ ബാലൻസിങ് ഫിഗർ വന്നാൽ അതിൻ്റെ അർത്ഥം ആ ലൈബിലിറ്റി കുറഞ്ഞു. പ്രൊവിഷൻ ഫോർ ടാക്സ് എന്ന് പറഞ്ഞ ലൈബിലിറ്റി കുറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ടാക്സ് പേ ചെയ്യുമ്പോൾ, അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്രൊവിഷനിൽ നിന്ന് നമ്മൾ എന്ത് കൊടുക്കും? ടാക്സ് കൊടുക്കും. അപ്പോൾ എത്രയാണ് ബാലൻസ് ഫിഗർ വന്നിരിക്കുന്നത്? 34,000 ആണ്. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്രൊവിഷനിൽ നിന്ന് ആ വർഷത്തെ ടാക്സ് എമൗണ്ട് ആയ 34,000, പ്രൊവിഷൻ ഫോർ ടാക്സിൽ നിന്ന് 34,000 നമ്മൾ ടാക്സ് പേ ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ ബാലൻസിങ് ഫിഗർ എമൗണ്ട് ആയ 34,000 നിന്ന് ടാക്സ് പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് എഴുതുക. ബ്രാക്കറ്റിൽ ബാലൻസിങ് ഫിഗർ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതാണ് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ. ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചു പഠിക്കേണ്ടതാണ്. പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊവിഷൻസൊക്കെ ക്രെഡിറ്റ് ചെയ്യുക, കാരണം ആ ലൈബിലിറ്റി കൂട്ടണം. അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ബാലൻസിങ് ഫിഗർ ഡെബിറ്റ് സൈഡിലാണ് വന്നത്, അതിൻ്റെ അർത്ഥം ആ ലൈബിലിറ്റി കുറഞ്ഞു. പ്രൊവിഷൻ ഫോർ ടാക്സ് എന്ന് പറഞ്ഞ ലൈബിലിറ്റി കുറയുന്നത് നമ്മൾ ടാക്സ് പേ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ബാലൻസിങ് ഫിഗറിന് നേരെ ടാക്സ് പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. അപ്പോൾ 34,000 ബാലൻസിങ് ഫിഗർ കിട്ടി. ഓക്കെ, ഈ ബാലൻസിങ് ഫിഗർ നമ്മൾ എവിടെ കാണിക്കണം? നമ്മൾ ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കുമ്പോൾ ടാക്സ് പേ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോവാണ് ചെയ്യുന്നത്. അപ്പോൾ അപ്ലിക്കേഷൻ ഓഫ് ഫണ്ടിൻ്റെ അണ്ടറിൽ ടാക്സ് പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് ഈ 34,000 കാണിക്കണം. ഓക്കെ, അടുത്ത് നമുക്കപ്പോൾ ലൈബിലിറ്റി സൈഡിലത്തെ എല്ലാ ഐറ്റംസും കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് അസറ്റ് സൈഡിലാണ്. അസറ്റ് സൈഡിൽ കിടക്കുന്ന അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ലാൻഡാണ്. അപ്പോൾ അതിൻ്റെ അക്കൗണ്ട് വരയ്ക്കുക, ലാൻഡ് അക്കൗണ്ട് വരയ്ക്കുക. ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും എഴുതുക. ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡിൽ വരും. ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് 80,000 എഴുതുക. ക്ലോസിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിൽ വരും. ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് 72,000 എഴുതാം. ഇനി ആ ക്വസ്റ്റ്യൻ നോക്കുക, എന്തെങ്കിലും അഡീഷണൽ ഇൻഫർമേഷൻ ഇതിനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് നോക്കുക. അപ്പോൾ അവിടെ എന്ത് കിടക്കുന്നുണ്ട്? ഡിപ്രീസിയേഷൻ കിടക്കുന്നുണ്ട്. എത്ര രൂപ? 8,000 rupees. ഒരു അസറ്റിന് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ ഏത് സൈഡിലാണ് എഴുതുക? നമ്മൾ സാധാരണ ബാലൻസ് ഷീറ്റൊക്കെ വരയ്ക്കുമ്പോൾ ഡിപ്രീസിയേഷൻ ആ എമൗണ്ടിൽ നിന്ന് കുറച്ചാണ് എഴുതുക. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ഈ എമൗണ്ടിൽ നിന്ന് ആ എമൗണ്ട്, അതായത് ആ ഓപ്പണിങ്ങിൽ നിന്ന് ആ എമൗണ്ട് കുറയ്ക്കണം. അതായത് ആ അസറ്റ് 8,000 rupees വെച്ച് കുറയ്ക്കണം. ഏതൊരു അസറ്റിനും കുറയ്ക്കണമെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുക, കൂട്ടണമെങ്കിൽ. നേരെ നമ്മൾ ലൈബിലിറ്റിയുടെ നേരെ ഓപ്പോസിറ്റാണ് ചിന്തിക്കേണ്ടത്. ലൈബിലിറ്റി കൂട്ടണമെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുക, കുറയ്ക്കണമെങ്കിൽ ഡെബിറ്റ് ചെയ്യുക. അതിന് നേരെ ഓപ്പോസിറ്റാണ് അസറ്റിന് വേണ്ടത്. അസറ്റ് കൂട്ടണമെങ്കിൽ ഡെബിറ്റ് ചെയ്യുക, കുറയ്ക്കണമെങ്കിൽ ക്രെഡിറ്റ് ചെയ്യാം. അപ്പോൾ ഈ 8,000 വെച്ച് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ ഡിപ്രീസിയേഷൻ ഏത് സൈഡിൽ എഴുതണം? ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് 8,000 എഴുതാം. മനസ്സിലായില്ലേ? ഏത് ഒരു അസറ്റ് ആയാലും കൂട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. കുറയ്ക്കണമെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം. ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ ആ അസറ്റ് കുറയ്ക്കാണ് വേണ്ടത്. അപ്പോൾ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡിൽ 8,000 എഴുതി. ഓക്കെ, ദെൻ നമുക്കത് ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ബാലൻസിങ് ഫിഗർ ഒന്നും കിട്ടുന്നില്ല, ടാലി ചെയ്ത് പോയി. അവിടെ 80,000 ഉണ്ട്, ഇവിടെ 80,000 ഉണ്ട്. ബാലൻസിങ് ഫിഗർ ഒന്നുമില്ല. അപ്പോൾ അതിനർത്ഥം എന്താണ്? നമ്മൾ ഇനി ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു അക്കൗണ്ടിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു ഐറ്റം അതിലേക്ക് കൊണ്ടുപോകാനില്ല, വരവുമില്ല, ചിലവുമില്ല. അപ്പം ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് ഇതിന് പ്രത്യേകിച്ച് ഒരു ആപ്ലിക്കേഷൻ വരുന്നില്ല. ഓക്കെ, അടുത്ത് നമുക്ക് വരയ്ക്കാനുള്ളത് മെഷീനറി അക്കൗണ്ടാണ്. മെഷീനറി അക്കൗണ്ട് വരയ്ക്കുക. ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും എഴുതുക. ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡിൽ 74,000 എഴുതുക. ക്ലോസിംഗ് ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡിൽ 72,000 എഴുതാം.
പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റിൽ എന്ത് കിടക്കുന്നുണ്ട്, ഡിപ്രീസിയേഷൻ കിടക്കുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ ആ അസറ്റിൻ്റെ എമൗണ്ട് കുറയ്ക്കണം. ഏതൊരു അസറ്റിനായാലും അസറ്റിൻ്റെ എമൗണ്ട് കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് 8,000 റുപ്പീസ് ക്രെഡിറ്റ് ചെയ്യാം. ദെൻ ബാലൻസ് ചെയ്യുക. വേറെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നുമില്ല. ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് ബാലൻസിങ് ഫിഗർ ഏത് സൈഡിൽ വരണം, ടാലി ആയി പോകണില്ല, നേരത്തെ പോലെ ടാലി ആയി പോകണില്ല. ബാലൻസിങ് ഫിഗർ നമുക്ക് ഡെബിറ്റ് സൈഡിൽ വരുന്നുണ്ട്. എത്രയാണ് എമൗണ്ട്, 6,000 റുപ്പീസാണ് നമുക്കതിൻ്റെ ബാലൻസിങ് ഫിഗറായിട്ട് വരുന്നത്. ഒരു അസറ്റിന് ബാലൻസിങ് ഫിഗർ ഡെബിറ്റ് സൈഡിൽ വന്നാൽ അതിൻ്റെ അർത്ഥം ആ അസറ്റ് കൂടി. അതായത് എല്ലാ അസറ്റുകൾക്കും ഡെബിറ്റ് ബാലൻസ് ആണുള്ളത്. ആ അസറ്റിൻ്റെ ബാലൻസിങ് ഫിഗർ ഡെബിറ്റ് സൈഡിൽ വന്നാൽ അതിൻ്റെ അർത്ഥം ആ അസറ്റ് കൂടി. എങ്ങനെയാണ് ഒരു അസറ്റ് കൂടുക, പർച്ചേസ് ചെയ്യുമ്പോഴാണ് ഒരു അസറ്റ് കൂടുക. അപ്പോൾ അതിൻ്റെ ബാലൻസിങ് ഫിഗർ എമൗണ്ട് ആയ 6,000ൻ്റെ നേരെ എന്തെന്ന് എഴുതാം, പർച്ചേസ് ഓഫ് മെഷീനറി എന്ന് എഴുതാം, ബ്രാക്കറ്റിലെ ബാലൻസിങ് ഫിഗർ എന്നും എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ടാലി ആവാതെ പോകുന്ന നേരത്തെ നമുക്ക് ടാലി ചെയ്തതുകൊണ്ട് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഇവിടെ നമുക്ക് ബാലൻസിങ് ഫിഗർ ഡെബിറ്റ് സൈഡിൽ വന്നു. അസറ്റുകളുടെ ബാലൻസിങ് ഫിഗർ ഡെബിറ്റ് സൈഡിൽ വന്നാൽ അതിൻ്റെ അർത്ഥം ആ അസറ്റ് കൂടി. ഒരു അസറ്റ് കൂടുന്നത് പർച്ചേസ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ പർച്ചേസ് ഓഫ് മെഷീനറി എന്ന് പറഞ്ഞിട്ട് 6,000 എഴുതാം. ഈ പർച്ചേസ് ഓഫ് മെഷീനറി ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഏത് സൈഡിൽ എഴുതണം, പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഫണ്ട് പോവാണ് ചെയ്യണത്. അപ്പോൾ അപ്ലിക്കേഷൻ ഓഫ് ഫണ്ടിൻ്റെ അണ്ടറിൽ പർച്ചേസ് ഓഫ് മെഷീനറി എന്ന് പറഞ്ഞിട്ട് ഈ ബാലൻസിങ് ഫിഗർ എമൗണ്ട് ആയ 6,000 എഴുതാം. ഓക്കെ, ദെൻ ഇനി നമുക്ക് അസറ്റ് സൈഡിൽ ഒരു ഐറ്റം കൂടിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു അക്കൗണ്ടും കൂടിയുള്ള അതുകൂടി വേഗം വരയ്ക്കാം. ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും എഴുതാം. അസറ്റ് ആയതുകൊണ്ട് ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡിൽ ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് 20,000 എന്ന് എഴുതാം. ക്ലോസിംഗ് ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡിൽ 22,000 എന്ന് എഴുതാം. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് യാതൊരു ഡീറ്റെയിൽസും ക്വസ്റ്റ്യനിൽ തരാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ബാലൻസ് ചെയ്യാം. ബാലൻസിങ് ഫിഗർ എവിടെ വന്നു, ഡെബിറ്റ് സൈഡിൽ തന്നെ വന്നു. നേരത്തെ പറഞ്ഞോണം ഒരു അസറ്റിൻ്റെ ബാലൻസിങ് ഫിഗർ ഡെബിറ്റ് സൈഡിൽ വന്നാൽ ആ അസറ്റിൻ്റെ എമൗണ്ട് കൂടി. അസറ്റ് കൂടണമെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യണം. അപ്പോൾ ആ ബാലൻസിങ് ഫിഗർ എമൗണ്ട് ആയ 2,000ൻ്റെ നേരെ എന്തെന്ന് എഴുതാം, പർച്ചേസ് ഓഫ്, എന്താണ് അസറ്റ്, ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എഴുതാം, ബ്രാക്കറ്റിൽ ബാലൻസിങ് ഫിഗർ എഴുതാം. ഈ ഐറ്റം നമ്മൾ എവിടേക്ക് കൊണ്ടുപോകണം, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഫണ്ട് പോവാണ് ചെയ്യുന്നത്. അപ്പോൾ അപ്ലിക്കേഷൻ ഓഫ് ഫണ്ടിൻ്റെ അണ്ടറിൽ പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ 2,000 റുപ്പീസ് നമ്മൾ എഴുതണം. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാ നോൺ കറണ്ട് അക്കൗണ്ടുകളും വരച്ച് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പായ ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ് കണ്ടുപിടിക്കാം. അപ്പോൾ പ്രൊഫോമ വരയ്ക്കാം, 3 കോളം പ്രൊവൈഡ് ചെയ്യാം. ആദ്യം നമ്മൾ എന്ത് എഴുതാറ്, നെറ്റ് പ്രോഫിറ്റ് ഫോർ ദി ഇയർ ആണ് എഴുതാറ്. അതിന് PNL അക്കൗണ്ട് തന്നിട്ടുണ്ട്. നോക്കുക, PNL അക്കൗണ്ടിൻ്റെ ഫിഗർ 32,000ഉം 26,000ഉമാണ്. അതായത് 2014 32 ആയിരുന്നു, അത് 15 ആയപ്പോൾ 26 ആയിട്ട് കുറഞ്ഞു. അതായത് പ്രോഫിറ്റ് അല്ല, ലോസാണ്. നമ്മൾ മുമ്പ് ഇതേപോലത്തെ പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. 32,000 എന്നുള്ളത് 26,000 കുറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ വർഷം നമുക്ക് ലാഭമല്ല ഉണ്ടായേക്കുന്നത്, നഷ്ടമാണ്. എത്ര എമൗണ്ട് ഡിഫറൻസ്, 6,000 ആണ്. അപ്പോൾ എന്തെന്ന് എഴുതാം, ലോസ് ഫോർ ദി ഇയർ എന്ന് പറഞ്ഞിട്ട് -6,000 എഴുതാം. ഓക്കെ, ലോസ് ഫോർ ദി ഇയർ, ലോസ് ആയതുകൊണ്ടാണ് ഒരു നെഗറ്റീവ് ഫിഗർ വന്നത്. ഇനി നമുക്ക് ഇത് എഴുതാം, ഇത് വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ എഴുതാം. ആദ്യം അഡീഷണൽ ഇൻഫർമേഷൻ 2 ഐറ്റം എടുക്കുന്നുണ്ട്. ഡിപ്രീസിയേഷൻ, അത് രണ്ടും എഴുതാം. ഡിപ്രീസിയേഷൻ ലാൻഡും ഡിപ്രീസിയേഷൻ മെഷീനറിയും 8,000 എഴുതി. പിന്നെ അഡീഷണൽ ഇൻഫർമേഷൻ ഉള്ളത് ഏതാണ്, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ, അത് പ്രൊവിഷൻ ഫോർ ടാക്സ്, അത് നമ്മളിവിടെ എഴുതാം. എല്ലാ പ്രൊവിഷൻസും നമ്മളിവിടെ എഴുതാറുണ്ട്. അത് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയതുകൊണ്ട് പ്രൊവിഷൻ ഫോർ ടാക്സ് 38,000 എന്ന് എഴുതാം. അതുപോലെ ഇൻറ്ററിം ഡിവിഡൻഡ് പെയ്ഡ്, അതും നമ്മുടെ എന്താണ്, നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. കാരണം ഡിവിഡൻഡ് പേ ചെയ്യുന്നത് ഒരു ബിസിനസ് നടത്താൻ ആവശ്യമായിട്ടുള്ള ഒരു എക്സ്പെൻസ് അല്ല, അതൊരു നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. അപ്പോൾ നമ്മളിവിടെ ആഡ് ചെയ്യണം ഇൻറ്ററിം ഡിവിഡൻഡ് എന്ന് പറഞ്ഞിട്ട് 60,000 എന്ന് എഴുതി. ഇനി അതിൽ വേറെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നുമില്ല. ഇനി ബാലൻസ് ഷീറ്റിൽ നമ്മൾ എടുക്കാതെ ഏതെങ്കിലും ഐറ്റംസ് ഉണ്ടോ നോക്കുക. ഷെയർ ക്യാപിറ്റൽ എടുത്തോ, ജനറൽ റിസർവ് എടുത്തിട്ടില്ല, അപ്പോൾ അതിവിടെ എടുക്കണം. നോക്കുക, ജനറൽ റിസർവ് 28,000 എന്നുള്ളത് 36,000 ആയിട്ട് കൂടി. അതിൻ്റെ അർത്ഥം 8,000 റുപ്പീസ് നമ്മൾ എന്ത് ചെയ്തു, പുതുതായിട്ട് റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. 2014 അത് 28 ഉണ്ടായിരുന്നുള്ളൂ, 15 ആകുമ്പോഴേക്കും അത് 36 ആയിട്ട് മാറി. അതിൻ്റെ അർത്ഥം നമ്മൾ 8,000 റുപ്പീസും കൂടി നമ്മൾ കൂടുതൽ ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ നമ്മൾ എന്തെന്ന് എഴുതണം, ട്രാൻസ്ഫർ ടു റിസർവ് എന്ന് പറഞ്ഞിട്ട് 8,000 എഴുതണം. ഓക്കെ, ദെൻ പിന്നെ വേറെ ലൈബിലിറ്റി സൈഡിലൊന്നുമില്ല. പിന്നെ കിടക്കുന്നത് ഗുഡ് വില്ലാണ്. അതിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞിരുന്നു. 24,000ഉം 24,000ഉമാണ്. ഒന്നും നമ്മൾ റൈറ്റ് ഓഫും ചെയ്തിട്ടില്ല, പുതുതായിട്ട് പർച്ചേസും ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു സ്ഥലത്തും ഇവിടെ വരേണ്ട ആവശ്യമില്ല. ആ ഒരു ഐറ്റം നമ്മുടെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പറേഷനിലൊരു സൈഡിലും എടുക്കേണ്ട ആവശ്യം ഇല്ല. ദെൻ വേറെ ഒറ്റ ഐറ്റംസ് ഒന്നുമില്ല. അപ്പോൾ എല്ലാതും കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് തേർഡ് സ്റ്റെപ്പ് നോക്കുമ്പോൾ എല്ലാതും നോക്കുക, ബാലൻസ് ഷീറ്റിൻ്റെ ഉള്ളിലും നോക്കുക, അഡ്ജസ്റ്റ്മെൻറ്റ് അഡീഷണൽ ഇൻഫർമേഷൻസ് നോക്കിയിട്ട് വേണം ഐറ്റംസ് കണ്ടുപിടിക്കാനായിട്ട്.
അപ്പോൾ ഇത്രയ്ക്ക് ഐറ്റംസ് ഉള്ളൂ. നമ്മൾ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 78,000 കിട്ടും. ആ 78,000 നിന്ന് 6,000 ലെസ് ചെയ്താൽ നമുക്ക് 72,000 കിട്ടും. എന്തുകൊണ്ടാണ് ലെസ് ചെയ്തെന്ന് മനസ്സിലായില്ലേ? ലോസ് ആണ്, നെഗറ്റീവ് ഫിഗർ ആണ്. 78 എന്ന് പറയുന്നത് പോസിറ്റീവ് ഫിഗറും 6,000 എന്ന് പറയുന്നത് നെഗറ്റീവ് ഫിഗറുമാണ്. അതിൽ നിന്ന് ലെസ് ചെയ്യുക. അപ്പോൾ 72,000 ആണ് നമുക്ക് ഫണ്ട് ഫ്രം ഓപ്പറേഷനായിട്ട് കിട്ടുക. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ സോഴ്സസിൻ്റെ അണ്ടറിൽ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് എത്ര കാണിക്കാം? 72,000 നമുക്ക് കാണിക്കാം. ഓക്കെ, ഇനി നമ്മൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എഴുതാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടിയിരുന്നു 14,000. ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ അപ്ലിക്കേഷൻ സൈഡിൽ എഴുതാം. രണ്ടാമത് നമ്മൾ പ്രിപ്പയർ ചെയ്തത് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ആയിരുന്നു. അതിൽ നിന്ന് യാതൊരു ബാലൻസിങ് ഫിഗറും കിട്ടിയിട്ടില്ല. അപ്പം നമ്മളിവിടെ എഴുതേണ്ട ആവശ്യമില്ല. ദെൻ നമ്മൾ പ്രിപ്പയർ ചെയ്ത പ്രൊവിഷൻ ഫോർ ടാക്സ് ആക്ഷൻ അക്കൗണ്ട് ആയിരുന്നു. അതിൽ നിന്ന് കിട്ടിയ ബാലൻസിങ് ഫിഗർ എന്തായിരുന്നു? ടാക്സ് പെയ്ഡ് എന്ന് പറഞ്ഞിട്ടാണ് ബാലൻസിങ് ഫിഗർ കിട്ടിയത്. അത് നമ്മൾ എന്ത് ചെയ്യണം? ടാക്സ് പേ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അപ്ലിക്കേഷൻ ഓഫ് ഫണ്ടിൻ്റെ അണ്ടറിൽ ടാക്സ് പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് ബാലൻസിങ് ഫിഗർ എമൗണ്ട് ആയ 34,000 എഴുതി. ദെൻ നമ്മൾ പ്രിപ്പയർ ചെയ്ത ലാൻഡ് അക്കൗണ്ട് ആയിരുന്നു. അതിന് പ്രത്യേകിച്ച് ബാലൻസിങ് ഫിഗർ വന്നിട്ടില്ല, അപ്പോൾ ഇവിടേക്ക് ഒന്നും വരില്ല. പിന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത മെഷീനറി അക്കൗണ്ട് ആയിരുന്നു. മെഷീനറി അക്കൗണ്ട് എത്ര ബാലൻസിങ് ഫിഗർ വന്നിരുന്നു? പർച്ചേസ് ഓഫ് മെഷീനറി എന്ന് പറഞ്ഞിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ ഫണ്ട് പോവുകയാണ്. അപ്പോൾ അപ്ലിക്കേഷൻ ഓഫ് ഫണ്ടിൻ്റെ അണ്ടറിൽ പർച്ചേസ് ഓഫ് മെഷീനറി എന്ന് പറഞ്ഞിട്ട് ബാലൻസിങ് ഫിഗർ ആയ 6,000 എഴുതി. പിന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ആയിരുന്നു. അതിനും ബാലൻസിങ് ഫിഗർ പർച്ചേസ് ആണ് വന്നത്. അപ്പോൾ അപ്ലിക്കേഷൻ സൈഡിൽ പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ബാലൻസിങ് ഫിഗർ ആയ 2,000 എഴുതി. പിന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്തത് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ആയിരുന്നു. അത് നമുക്ക് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ 72,000 കിട്ടി. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ നമ്മൾ സോഴ്സസിൻ്റെ അണ്ടറിലാണ് എഴുതുന്നത്. 72,000 എഴുതി. ദെൻ ഞാൻ എല്ലാ അക്കൗണ്ടുകളും വരച്ചു കഴിഞ്ഞു. ഇനി ഒന്നും കൂടി നോക്കുക, ആ അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിരിക്കുന്ന എല്ലാ ഐറ്റംസും അല്ലെങ്കിൽ അഡീഷണൽ ഇൻഫർമേഷനായിട്ട് തന്നിരിക്കുന്ന എല്ലാ ഐറ്റംസും 2 സ്ഥലത്തും വന്നില്ലേ എന്നുള്ളത്. ഡിപ്രീസിയേഷൻ 2 സ്ഥലത്ത് വന്നു. ദെൻ പ്രൊവിഷനും 2 സ്ഥലത്ത് വന്നു. ഇൻ്റർണൽ ഡിവിഡൻഡ് ഒരു സ്ഥലത്താണ് വന്നിട്ടുള്ളൂ. നമ്മൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിക്കുമ്പോൾ മാത്രമേ വന്നിട്ടുള്ളൂ. അതിന് രണ്ടാമത് പ്ലേസ് ചെയ്യേണ്ട സ്ഥലം ഇവിടെയാണ്. കാരണം നമ്മൾ ഡിവിഡൻഡ് പേ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോവാണ് ചെയ്യുന്നത്. ക്യാഷ് പോകുമ്പോൾ അപ്ലിക്കേഷൻ സൈഡിൽ എഴുതാം ഇൻ്ററിം ഡിവിഡൻഡ് പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് ആയ 16,000 എഴുതാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്ത എല്ലാ അക്കൗണ്ടുകളും വരച്ച് കഴിഞ്ഞ് ബാലൻസ് ഫിഗറുകൾ എടുത്ത് എഴുതിയതിന് ശേഷം അഡീഷണൽ ഇൻഫർമേഷനിൽ ഏതെങ്കിലും ഒരു ഐറ്റത്തിന് ഡബിൾ എഫക്റ്റ് വരാത്തുണ്ടോ നോക്കുക. ഇല്ലാത്തത് ഇവിടെ എഴുതാം. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ കിട്ടിയതാണ് ഇൻ്ററിം ഡിവിഡൻഡ് പെയ്ഡ് 16,000. ഞാൻ അതേ കൂടി എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് ടാലി ചെയ്യുമ്പോൾ 2 സൈഡിലും എന്ത് കിട്ടും? 72,000 കിട്ടും. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് ബാലൻസ് ചെയ്ത് പോയി. ഓക്കെ, താങ്ക് യു.